നിങ്ങളുടെ കയ്യിൽ കുറെ ടോക്കൺ ഉണ്ടായിട്ട് കാര്യമില്ല, അത് വിൽക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ജൂലൈയിൽ ടോക്കൺ ജനറേഷൻ ഇവന്റ് നടക്കാൻ പോവുകയാണ്. ഹാംസ്റ്റർ കോമ്പാക്ടിന്റെ ടോക്കൺ ജനറേഷൻ ഇവന്റ് എന്ന് പറയുന്നത് ഓരോ ക്രിപ്റ്റോ യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ഇത് ജസ്റ്റ് ഒരു ഇവന്റ് മാത്രമല്ല, ഒരു ക്രിപ്റ്റോ കറൻസിയുടെ ബർത്ത് കൂടിയാണ്. ഇതിന്റെ കൂടെ ഒരു റിവാർഡ് കിട്ടുന്നുണ്ടായിരിക്കും. ലൈക്ക് ഇതിന് ഹ്യൂജ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾക്ക് അതിന്റെ പ്രൊജക്റ്റിൽ ട്രസ്റ്റ് ചെയ്തതിന് വിശ്വസിച്ചതിന് കിട്ടുന്ന ഒരു റിവാർഡാണ് ഈ പറഞ്ഞ എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. നമുക്ക് അതെങ്ങനെയാണ് ക്ലെയിം ചെയ്യുക? ലൈക്ക് ഈ ഒരു ഇവന്റിന്റെ ടൈമിൽ 200 മില്യൺ യൂസേഴ്സ് ആണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് ഈ ഒരു എയർ ഡ്രോപ്പ് വരുന്ന ടൈമിൽ ക്ലെയിം ചെയ്യാനായിട്ട്. കാരണം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്ത് നോക്കാം, ഈ 200 മില്യൺ യൂസേഴ്സ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ചെറിയൊരു കൺട്രിയുടെ ഒരു പോപ്പുലേഷൻ എത്ര വരുന്നുണ്ട്. ഈ 200 മില്യൺ യൂസേഴ്സും ഈ എയർ ഡ്രോപ്പ് ക്ലെയിം ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ്. ഇത് ലിസ്റ്റഡ് ആകുന്ന സ്പോട്ടിൽ ക്ലെയിം ചെയ്യാൻ ട്രൈ ചെയ്യുകയാണ്. അപ്പൊ ഇതിന്റെ ബിൽഡ് ചെയ്തിരിക്കുന്നത് ടോൺ ബ്ലോക്ക് ചെയിനിലാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 100% ഷുവർ ആയിട്ടും ഇതിന്റെ ബ്ലോക്ക് ചെയിനിൽ ഹെവി ട്രാഫിക് വരാൻ ചാൻസ് ഉണ്ട്. മോർ ദാൻ ദാറ്റ് ഇതിന്റെ സിസ്റ്റത്തിന് ഹാങ് വരാൻ 100% ചാൻസ് ഉണ്ട്. ഇത് കൂടാണ്ട് നമ്മുടെ വാളറ്റിന് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. ദെൻ ട്രാൻസാക്ഷനിൽ ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ഇവന്റിന് മുമ്പായിട്ട് ചെയ്തു വെക്കേണ്ടതായിട്ടുണ്ട്. ഗൈസ്, അപ്പൊ 4 കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൈ ടോൺ വാൾട്ട് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം. രണ്ടാമത്തേത് ഈ ഒരു മൈ ടോൺ വാൾട്ടിലേക്ക് എങ്ങനെ നിങ്ങൾക്ക് ഗ്യാസ് ഫീസ് ആഡ് ചെയ്യാം. തേർഡ് വരുന്നത് ഈ എയർ ഡ്രോപ്പ് എങ്ങനെ എളുപ്പത്തിൽ ക്ലെയിം ചെയ്യാം. നെക്സ്റ്റ് കാര്യം, ഈ ക്ലെയിം ചെയ്ത എയർ ഡ്രോപ്പ് ടോക്കൺസ് എങ്ങനെ നിങ്ങൾക്ക് വേറെ എക്സ്ചേഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതിനുശേഷം എക്സ്ചേഞ്ചിൽ നിന്നും എങ്ങനെ നമ്മുടെ ഇന്ത്യൻ റുപ്പിയായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പോകുന്നത്. ഗൈസ്, അപ്പൊ നിങ്ങൾ ഇത് വളരെ ഡീറ്റെയിൽ വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം നിങ്ങളുടെ കയ്യിൽ കുറെ ടോക്കൺ ഉണ്ടായിട്ട് കാര്യമില്ല, അത് വിൽക്കാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സോ ഫസ്റ്റ്ലി മൈ ടോൺ വാൾട്ട്, ടെലിഗ്രാം വാൾട്ട് അല്ല, മൈ ടോൺ വാൾട്ട് എങ്ങനെ കണക്ട് ചെയ്യാം. നിങ്ങൾ ആദ്യം പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അതിൽ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത ശേഷം അതിലൊരു 24 വേർഡ്സ് വരുന്ന ഒരു കോഡ് ഉണ്ടായിരിക്കും. അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളുടെ തന്നെ മെയിൽ അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്ത് വെക്കുക. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ലോക്കർ സിസ്റ്റം പോലെയാണ്. ഇതിന്റെ കീ ആണ്, ഈ ലോക്കറിന്റെ കീ ആണ് ഈ പറഞ്ഞ 24 ഡിജിറ്റ് കോഡ് എന്ന് പറയുന്നത്. ഇത് വെച്ചാണ് നമ്മുടെ ലോക്കർ ബാക്കപ്പ് ആയിരിക്കുന്നത്. അപ്പം എങ്ങനെ ഇതിന്റെ കീ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ലോക്കർ എടുക്കാം, പക്ഷെ ഈ ലോക്കറിലുള്ള സാധനങ്ങളോ ഒന്നും നമുക്ക് കിട്ടത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഇതിന്റെ കീ നിങ്ങൾ ആ വേർഡ്സ് നിങ്ങൾ സൂക്ഷിച്ച് ഏതെങ്കിലും മെയിൽ അഡ്രസ്സിലേക്കുള്ള ഇട്ട് വെക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് എളുപ്പമാവും, എവിടെ നിന്ന് വേണം നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ അത് സെറ്റപ്പ് ചെയ്ത ശേഷം എയർ ഡ്രോപ്പിൽ കയറിയിട്ട് കണക്ട് മൈ ടോൺ വാൾട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങളുടെ വാളറ്റ് ആയിട്ട് ഇത് കണക്ടർ ആയിരിക്കും. ടെലിഗ്രാം വാൾട്ട് കണക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് മൈ ടോൺ വാൾട്ട് കണക്ട് ചെയ്യുന്നത്. ഈ ഒരു ടോൺ ബ്ലോക്ക് ചെയിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന മൈ ടോൺ വാൾട്ട് ബിൽഡ് ചെയ്തിരിക്കുന്നത്. സോ അതുകൊണ്ട് ട്രാൻസാക്ഷൻസും കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്ത് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ മൈ ടോൺ വാൾട്ട് നിങ്ങൾ സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സെക്കൻഡ്ലി, മൈ ടോൺ വാൾട്ടിലേക്ക് നിങ്ങൾക്ക് എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാം. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വണ്ടി ഓടണം അല്ലെങ്കിൽ ഒരു ബൈക്ക് ഓടണം എന്നുണ്ടെങ്കിൽ അതിന് ഫ്യൂവൽ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഓരോ ട്രാൻസാക്ഷൻസ് നടക്കണമെന്നുണ്ടെങ്കിലും അതിന് സർട്ടൺ എമൗണ്ട് ഓഫ് മണി ആവശ്യമുണ്ട്. ലൈക്ക് ടോൺ വാൾട്ടിലാണ് ഏറ്റവും കുറവ് ട്രാൻസാക്ഷൻ ഫീസ് വരുന്നത്. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് ഈ ടോക്കൺസ് ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് പറഞ്ഞാലും വേറൊരു എക്സ്ചേഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ഫീസ് വരും. ആ ഒരു ഫീസിന് നമ്മൾ പറയുന്ന പേരാണ് ഗ്യാസ് ഫീസ് എന്ന് പറയുന്നത്. കുറച്ച് സർട്ടൺ എമൗണ്ട് ഓഫ് ടോൺസ് നിങ്ങൾ നിങ്ങളുടെ ടോൺ വാൾട്ടിൽ ആഡ് ചെയ്ത് വെക്കുക. സോ അതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. കാരണം നിങ്ങൾ ആ ഒരു ടൈമിൽ ഫണ്ട് ആഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ട്രാൻസാക്ഷൻ ഡിലേസ് വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സർട്ടൻ വാൾട്ട് കണക്ടിവിറ്റി ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അങ്ങനെ നിങ്ങൾ വാൾട്ടിൽ സർട്ടൻ എമൗണ്ട് ഓഫ് ടോൺസ് ആഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ഈ കിട്ടിയ കോയിൻസ് ടോക്കൺസ് വേറൊരു എക്സ്ചേഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ എക്സ്ചേഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ സപ്പോസ് ഇപ്പൊ ബൈനാൻസിൽ ഹാംസ്റ്റർ കോയിൻ ലിസ്റ്റ് ചെയ്തിട്ടില്ല. സോ അപ്പൊ നിങ്ങൾക്ക് അതിൽ അക്കൗണ്ട് ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. കാരണം ലിസ്റ്റ് ചെയ്യാത്ത വാൾട്ട് അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ള ടോക്കൺസ് പോകത്തുള്ളൂ. ഇപ്പൊ കൂക്കോയിനിൽ ആ ഒരു ഹാംസ്റ്റർ കോയിൻ ലിസ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് കൂക്കോയിനിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ടോക്കൺസ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾക്ക് അതിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. ഈ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. അതിൽ KYC ചെയ്യുന്നുണ്ട്, നോ യുവർ കസ്റ്റമർ, ഐഡന്റിറ്റി പ്രൂവ് ചെയ്യാണ്. ഇങ്ങനെ ഐഡന്റിറ്റി പ്രൂവ് ചെയ്യാൻ 1 to 2 days നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും എടുക്കും, അത് വെരിഫൈ ആവണമെന്നുണ്ടെങ്കിൽ. സോ അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴേ ഒരു മേജർ എക്സ്ചേഞ്ചുകളിൽ ഇപ്പം NXT ഉണ്ട്,
KuCoin ഉണ്ട്. അങ്ങനത്തെ 2-3 എക്സ്ചേഞ്ചുകളിൽ നിങ്ങൾ KYC ഒക്കെ ചെയ്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുക. എങ്കിൽ മാത്രം അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ്, അത് ലിസ്റ്റ് ചെയ്ത എക്സ്ചേഞ്ചുകളിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മൈറ്റോൺ വാളറ്റിൽ നിന്നും ഈ പറയുന്ന എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത വാളറ്റിലേക്ക് നിങ്ങളുടെ ടോക്കൺസ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതിന് വേണ്ട ഒരു ട്രാൻസാക്ഷൻ ഫീസാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്യാസ് ഫീസ് എന്ന് പറയുന്നത്. സോ അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ടോൺ വാളറ്റിൽ നിന്നും ലിസ്റ്റഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ചുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതിന് വേണ്ട ഇത്രേ ഉള്ളൂ, നിങ്ങളുടെ ആ ഒരു ഡെപ്പോസിറ്റ് അഡ്രസ് ഉണ്ട്, വാളറ്റിന്റെ അഡ്രസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ബാങ്ക് ആണെന്നുണ്ടെങ്കിൽ അക്കൗണ്ട് നമ്പർ എന്ന് പറയുന്ന പോലെ ഈ വാളറ്റിന് ഒരു അക്കൗണ്ട് നമ്പർ ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് വാളറ്റ് അഡ്രസ് എന്ന് പറയുന്നത്. ഈ ഒരു വാളറ്റ് അഡ്രസ് നമ്മുടെ ഈ മൈറ്റോൺ വാളറ്റിൽ കൊണ്ട് പേസ്റ്റ് ചെയ്ത ശേഷം അതിലേക്ക് നമുക്ക് വേണ്ട എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് വാളറ്റ് അഡ്രസ് 2, 3, 4 തവണ റീകൺഫേം ചെയ്യുക. അതിനുശേഷം വേണം നിങ്ങൾ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട് നമുക്ക് അവിടെ ഡയറക്റ്റ് ആയിട്ട് സെല് ചെയ്യാൻ പറ്റും. USDT കൺവേർട്ട് ചെയ്ത ശേഷം നമുക്ക് സെല് ചെയ്യാൻ പറ്റും. സോ അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഫസ്റ്റ് നിങ്ങൾ മൈറ്റോൺ വാൾട്ട് ആയിട്ട് കണക്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ വാൾട്ട് മൈറ്റോൺ വാൾട്ട് ആയിട്ട് കണക്ട് ചെയ്ത് വെക്കുക. അതിന്റെ കോഡും കാര്യങ്ങളൊക്കെ ബാക്കപ്പ് ചെയ്ത് വെക്കുക. ദെൻ സെക്കൻഡ്ലി നിങ്ങൾ മൈറ്റോൺ വാൾട്ടിലേക്ക് ഫണ്ട് ആഡ് ചെയ്ത് വെക്കുക. ദെൻ മേജർ ആയിട്ട് വരുന്ന എക്സ്ചേഞ്ചുകളിൽ KuCoin അല്ലെങ്കിൽ NXT ഇതുപോലുള്ള എക്സ്ചേഞ്ചിൽ നിങ്ങൾ KYC ഐഡന്റിറ്റി വെരിഫൈ ചെയ്തിട്ടുള്ള നിങ്ങളുടെ അക്കൗണ്ട് ഓപ്പൺ ആക്കി വെക്കുക. കാരണം ഡെപ്പോസിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിലോ നിങ്ങളുടെ ഐഡന്റിറ്റി പ്രൂവ് ചെയ്യാൻ മസ്റ്റാണ്. നോ യുവർ കസ്റ്റമർ ചെയ്യാന്നുള്ള മസ്റ്റാണ്. ദെൻ ഈ ഒരു വാൾട്ട് അഡ്രസ് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. അതിലേക്ക് വേണം നിങ്ങളുടെ ലിസ്റ്റ് ആകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ഈ ഒരു വാൾട്ട് അഡ്രസ്സിലേക്കായിരിക്കും. അത് പ്രോപ്പറായിട്ട് ചെയ്ത് നോക്കുക. ദെൻ ഇവിടുന്ന് വേണം നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. കാരണം ഇതൊക്കെ പറയാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു മില്ലി സെക്കൻഡ് മതി ഇതിന്റെ വാല്യൂ കുറഞ്ഞു പോകാനായിട്ട്. ജസ്റ്റ് എയർ ഡ്രോപ്പ് ക്ലെയിം ചെയ്യാൻ വരുന്നു, ആദ്യം നിങ്ങൾ നോക്കുമ്പോഴത്തേന് 10-30 രൂപയായിരിക്കും ജസ്റ്റ് ഒരു കോയിന്. ജസ്റ്റ് നെക്സ്റ്റ് സെക്കൻഡിൽ അതിന്റെ വാല്യൂ 25 ആകാം, 15 ആകാം. അങ്ങനെ കുറഞ്ഞു പോകാനുള്ള പോസിബിലിറ്റീസും വളരെ കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ സെറ്റ് നമ്പർ ഓഫ് കോയിൻസ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. കാരണം ഈ ഒരു ഇവന്റോട് കൂടി ഈ ഒരു ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറയുന്ന സംഭവം തീർന്നു പോകല്ല. നെക്സ്റ്റ് ക്വാർട്ടറിലേക്ക് അവർ ഒരുപാട് ഇവന്റ്സും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ലൈക്ക് സ്ക്വാഡ് കോമ്പാക്ട്, ദെൻ ലൈവ് ഇവന്റ്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജസ്റ്റ് വെബ്സൈറ്റിൽ നോക്കാൻ മനസ്സിലാവും. ക്വാർട്ടർ 4ലേക്കായിട്ട് നെക്സ്റ്റ് മന്തിലേക്കാണ് തോന്നുന്നത് Q4 എന്ന് പറഞ്ഞാൽ ഇട്ടിരിക്കുന്നത്. സോ അത് വളരെ ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. സോ ഗൈസ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, കൂടുതൽ വീഡിയോസിനായിട്ട് ജസ്റ്റ് ബെൽ ബട്ടൺ അമർത്തിയേക്കുക. സോ ഗൈസ്, താങ്ക് യു സോ മച്ച്.